നമസ്കാരം, എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ജാമാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ജാം ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ജാമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് സ്ട്രോബെറി ജാമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാ അമ്മമാരും കുട്ടികൾക്ക് ജാം ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾ ഹാപ്പി ആവട്ടെ. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് സ്ട്രോബെറി വെച്ചിട്ട് ജാം തയ്യാറാക്കാം നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രോബെറി ജാം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വെച്ചിരിക്കുന്ന സ്ട്രോബെറിയാണിത്. അപ്പോൾ 1 കിലോൻ്റെ കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റെമ്മ് മാറ്റാം. ഈ പച്ച കളറും പിന്നെ ചെറിയൊരു വൈറ്റ് പോർഷനും ഉണ്ട്, അത് ആ ഭാഗം നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ നല്ല കട്ടിയുള്ള ടൈപ്പ് സ്ട്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാക്കിൽ കൂടെ സ്ട്രോ കടത്തി കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിൽ കൂടെ വരുമ്പോൾ ഈ ഭാഗം തന്നെ അങ്ങ് പോന്നോളും. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് സ്ട്രോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. എൻ്റെ അടുത്ത് ഇപ്പോൾ വലിയ സ്ട്രോ ഇല്ല. എൻ്റെ അടുത്തുള്ളത് സാധാരണ വളരെ കനം കുറഞ്ഞ സ്ട്രോ ആണ്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ ഈ വൈറ്റ് പോർഷൻ മാത്രം ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ വെറുതെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇങ്ങനെ മൊത്തത്തിൽ ഈ സ്റ്റെമ്മ് നമുക്ക് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് പ്യൂരി ആക്കണം, അതായത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ നാട്ടിലൊക്കെ കിട്ടുന്ന സ്ട്രോബെറി ജാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സ്ട്രോബെറി ജാം എന്ന് മാത്രമല്ല ഏത് ടൈപ്പ് ജാമാണെന്നുണ്ടെങ്കിലും നല്ല പേസ്റ്റ് പോലെയാണ് അല്ലേ നമ്മൾ കാണാറ്. അതായത് ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് കടിക്കാൻ കിട്ടാറില്ല. അതേസമയം ഇവിടെയൊക്കെ വാങ്ങിക്കുന്ന ജാമിൽ ഈ സ്ട്രോബെറി ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും മാംഗോ ആണെങ്കിലും അതിൻ്റെ പീസസ് നമുക്ക് ജാമിൻ്റെ ഉള്ളിൽ കൂടെ കടിക്കാൻ കിട്ടും. അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോർഷൻ മാത്രം നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അതായത് ചെറിയ ചെറിയ പീസസ് നമുക്ക് കടിക്കാൻ വേണ്ടി മാത്രം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സ്ട്രോബെറി കംപ്ലീറ്റ് നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളമില്ലാണ്ട് തന്നെയാണ് നമുക്കിത് പ്യൂരിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത സ്ട്രോബെറി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. നല്ല പഴുത്ത സ്ട്രോബെറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ജാമിന്. മാത്രമല്ല ആഡ് ചെയ്യുന്ന ഷുഗറിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഇത് നല്ല മധുരമുള്ള സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ. ചില സമയത്ത് കിട്ടുന്ന സ്ട്രോബെറി ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേണം അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്ന പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല ചില സ്ട്രോബെറി ഇതിപ്പോൾ നല്ല സ്ട്രോബെറിയാണ്. അതായത് സ്ട്രോബെറി തുറക്കുമ്പോൾ തന്നെ നല്ല ഫ്രാഗ്രൻസ് നമുക്ക് വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതേസമയം ചില സ്ട്രോബെറിക്ക് അധികം നല്ലൊരു സ്മെല്ലൊന്നും ഇല്ലാത്ത സ്ട്രോബെറീസും ഇടയ്ക്ക് കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ എസൻസ്, അതായത് 1-2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ ഇന്നത്തെ ഇപ്പോൾ എനിക്ക് ഈ കിട്ടിയിരിക്കുന്ന സ്ട്രോബെറിയിൽ സ്ട്രോബെറി എസൻസിൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് കംപ്ലീറ്റ് ഇതേപോലെ സ്റ്റെം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഇതാ ഇപ്പോൾ ഞാനിപ്പോൾ 1 കിലോ മൊത്തത്തിൽ സ്ട്രോബെറിയുടെ സ്റ്റെമ്മൊക്കെ കളഞ്ഞിട്ടുണ്ട്, നീറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് പ്യൂരിയാക്കി എടുക്കാം. അതായത് മിക്സിയിലിട്ട് അടിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മാത്രം, അത്രയും പേസ്റ്റ് ആക്കുന്നില്ല, ഒരു 5-6 എണ്ണം മാത്രം ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അതായത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഒരു 10 എണ്ണം മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഇത്രയും ഉള്ള സ്ട്രോബെറി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് സ്ട്രോബെറി മുറിച്ചിടുക. അപ്പോൾ ഒരുപാട് ആദ്യം തന്നെ ഇടരുത്, കുറച്ച് ഇട്ടതിന് ശേഷം ഒന്ന് അടിക്കുക. അപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ആ അരഞ്ഞ് കിട്ടിയതിൽ കൂടെ വീണ്ടും സ്ട്രോബെറി മുറിച്ചിടുകയാണെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ടുള്ള പ്യൂരി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അരയില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 10-15 എണ്ണം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി അരച്ച് കൊണ്ടുവരാം. വീണ്ടും ബാക്കിയുള്ളതും കൂടെ അരിഞ്ഞിട്ടിട്ട് നല്ല പ്യൂരി ആക്കുക. ഇപ്പോൾ ഇച്ചിരി എന്താ പറയുക അടിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഞാൻ കുറച്ച് അടിക്കാണ്ട് വെക്കാൻ പോവുകയാണ്. അതായത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം പോവുകയാണ് കേട്ടോ. ഈ ബ്ലേഡിനേക്കാളും മുകളിൽ നിൽക്കണം എപ്പോഴും. ബ്ലേഡിൻ്റെ താഴെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. ബ്ലേഡിൻ്റെ മേലെ മിക്സിയുടെ പോർഷൻ ഞാനിപ്പോൾ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരട്ടെ. ആദ്യത്തെ ബാച്ച് ഒട്ടും വെള്ളം ചേർക്കാത്ത ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്യൂരിയിലേക്ക് വേണം ബാക്കിയുള്ള സ്ട്രോബെറി അരിഞ്ഞിടാൻ. ഇപ്പോൾ മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന്. കാരണം നമ്മളിത് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് അരിഞ്ഞിട്ടിട്ട് മിക്സിയിൽ അടിക്കണമെങ്കിൽ ഇത് ഒട്ടും ഒരുപാട് സമയം എടുക്കുന്നത് അരഞ്ഞ് കിട്ടാൻ. അപ്പോൾ ആദ്യം കുറച്ച് അരച്ചെടുക്കുക. അതിനുശേഷം ആ അരച്ചിരിക്കുന്ന പ്യൂരിയിലോട്ട് സ്ട്രോബെറി അരിഞ്ഞിടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിതങ്ങ് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതാ ഇപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് സ്ട്രോബെറി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഒരു 10 സ്ട്രോബെറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്യാം, കൈ കൊണ്ട് മാഷ് ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാൻ പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇതിൽ അരിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് ക്രഷായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം ഞാൻ. ഇതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും വലിയ വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ അത് കത്തി കൊണ്ട് എറിഞ്ഞിട്ടാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു കുഴിയുള്ള പാത്രം എടുക്കുക, ആ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട്, ആ കടായിലോട്ട് ഇതിൻ്റെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് വടിച്ചൊഴിക്കുക കേട്ടോ, വെള്ളം ഒഴിക്കാത്തതാണിത്. അതുപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറിയുടെ പീസസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 കിലോ സ്ട്രോബെറി ഇല്ല ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കുക. പഞ്ചസാര കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഹെൽത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഷുഗർ ഇല്ലാത്ത ജാം കഴിക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം ഷുഗർ വേണം താനും അല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗറിൻ്റെ അളവിൽ മാറ്റം വരുത്തുക. ഞാൻ ജസ്റ്റ് ഇത് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഷുഗർ മെൽറ്റ് ആയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട് ഷുഗറിൻ്റെ അളവെന്ന്. ഷുഗർ പോരാ, അപ്പോൾ ഞാൻ 1 ഗ്ലാസും കൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കിലോന് ഞാനിപ്പോൾ 2 ഗ്ലാസ്സാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ 2ാമത്തെ ഗ്ലാസ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഈ ഷുഗർ മെൽറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 കപ്പ് പഞ്ചസാര ഇട്ട് നോക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 2ാമത്തെ കപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരുടെ ഷുഗറിൻ്റെ ലെവൽ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. സ്ട്രോബെറി ജാം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പി, ഏത് കുപ്പിയിലാണ് നിങ്ങൾ പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കുപ്പി, അതേപോലെ തന്നെ അതിൻ്റെ മൂടിയും നമുക്ക് ചൂടുവെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനെ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയാം. അതായത് ഇതിനുള്ളിൽ എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കുട്ടികളുടെ പാലിൻ്റെ കുപ്പിയൊക്കെ പണ്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കില്ലേ, അതുപോലെ തന്നെ. ഇപ്പോൾ ഇത് ഉടയുന്ന കുപ്പി ആയതുകൊണ്ട് ഇത് പൊട്ടില്ല. അപ്പോൾ ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുപ്പിയാണിത്. അപ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ കുപ്പിയിൽ വേണം നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാൻ. ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ നമ്മൾ ജാം ഒന്നും പ്രിസർവ് ചെയ്ത് വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജാം സൂക്ഷിക്കുന്ന അത്രയും കാലയളവിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുക, അത് കഴിയും അടുത്ത ബാച്ച് ഉണ്ടാക്കുക കേട്ടോ. അല്ലാണ്ട് ഒരുപാട് ഉണ്ടാക്കി വെക്കാൻ പാടില്ല. പിന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തന്നെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ സമാധാനമായിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് കഴിക്കുന്നതല്ലേ അത് നല്ലത്. ഇനിയിപ്പോൾ ഷുഗർ മെൽറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ടെമ്പറേച്ചർ മീഡിയത്തിലോട്ട് കൂട്ടാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് തിളക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ അടി കട്ടിയുള്ള പാത്രമായിരിക്കണം, അതുപോലെ തന്നെ കുറച്ച് കുഴിയുള്ള പാത്രമായിരിക്കണം ഇതിനു വേണ്ടി ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. വളരെ എളുപ്പമാണ് ജാമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനിപ്പോൾ ജാം റെഡിയാക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഫ്രീസറിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ വെറുതെ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഞാൻ ഫ്രീസ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോബെറി ജാം റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് പാത്രം ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി ജാം ഒരുവിധം തിക്നെസ് വന്നു കഴിഞ്ഞാൽ കുറച്ചെടുത്ത് കണ്ട് ആ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്രോസനായി കിട്ടും. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പം ഒരു പാത്രം നിങ്ങൾ സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഫ്രിഡ്ജിൽ വെറുതെ ഒരു പ്ലേറ്റ്, സ്റ്റീലായാലും കുഴപ്പമില്ല, ഗ്ലാസിൻ്റെ ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, വെക്കാൻ മറക്കരുത്. ഒന്നുമില്ലെങ്കിലും ഒരു സ്പൂണെങ്കിലും വലിയ സ്പൂണെങ്കിലും ഫ്രീസറിൽ വെക്കുക കേട്ടോ. ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന പത ഒന്ന് റിമൂവ് ചെയ്യണം. ഞാൻ സ്ക്വാഷിലിൻ്റെ റെസിപ്പിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പത റിമൂവ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് വരില്ല. സമയത്ത് പിന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. പുറത്തേക്കൊന്നും പോകണ്ട, നമ്മുടെ മേലൊന്നും ആവാതിരിക്കാനാണ് കുഴിയുള്ള പാത്രം ചൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പത കുറച്ചും കൂടെ ആവട്ടെ, അതിന് ശേഷം നമുക്ക് പത റിമൂവ് ചെയ്ത് കളയണം. ഇത് കുറച്ച് സമയം പിടിക്കും നന്നായിട്ട് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിന് മുകളിൽ വന്നിരിക്കുന്ന ഫോം, അതായത് പത ഞാൻ കുറച്ചൊന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഈ പത ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ട്രോബെറിക്ക് നല്ലൊരു സ്മെല്ലില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ എസൻസ് 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ നല്ലൊരു സ്മെല്ല് നമ്മുടെ ജാമിന് ഉണ്ടാവും. അതല്ലെങ്കിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പലരും വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. ജാമിട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളെ എന്നോട് കുറേ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണ്. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണിക്കാമെന്ന്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മാത്രമല്ല സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് വടിച്ച് താഴോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വടിച്ചെടുക്കാൻ പറ്റില്ല, ക്രിസ്റ്റലൈസ് ആവും. നമ്മുടെ ഷുഗർ അവിടെ ഇരുന്ന് ഒട്ടിപ്പിടിക്കും. കുറച്ച് സമയം എടുക്കും ഇത്, പക്ഷേ എളുപ്പമാണ്. എപ്പോഴും കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാം.
അപ്പം നമ്മൾ കൺസിസ്റ്റൻസി ഇടയ്ക്ക് നോക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഇപ്പോൾ ഇത് ഭയങ്കര ലൂസായിട്ട് ഇരിക്കുന്നത്. പക്ഷേ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ പോലും കാരണം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കുക കൺസിസ്റ്റൻസി തിക്കായിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞ പോലെ ഓവർ തിക്കാവാൻ നിൽക്കരുത്. ഒരു ഇച്ചിരി സെമി തിക്കായിരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കണം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും നമ്മുടെ ഇതിൻ്റെ ഇത്. നമ്മൾ എടുക്കാറാവുന്നതിനേക്കാൾ മുൻപ് മാത്രമാണ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും മധുരമുള്ള എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പിടാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ മധുരത്തിന് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള ടേസ്റ്റ് കിട്ടുക. ഒരുപാട് ഉപ്പിടരുത്, ഉപ്പ് മുന്നോട്ട് നിൽക്കാൻ പാടില്ല. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജാം റെഡിയാവും കേട്ടോ. ഞാൻ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ആദ്യം വെച്ച് ഷുഗർ നന്നായി അലിയിക്കുക. അതിനുശേഷം ഷുഗർ അലിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതുപോലെ വറ്റിച്ചെടുക്കുക കേട്ടോ. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ടും അത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനും ലെമൺ ജ്യൂസ് സഹായിക്കും. അപ്പോൾ നോക്കി എന്താ കളറെന്ന് നോക്കിയാൽ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. അത്രയും നല്ല സ്ട്രോബെറിയാണ്, നല്ല പഴുത്ത സ്ട്രോബെറിയാണിത്. അത് മാത്രമല്ല നല്ല മണമുള്ള സ്ട്രോബെറിയാണ്. ഇപ്പം നാട്ടിലൊക്കെ ഞാൻ പോകുമ്പോൾ സ്ട്രോബെറി വാങ്ങിക്കാറുണ്ട്. പക്ഷേ നാട്ടിൽ നിന്ന് കിട്ടുന്ന സ്ട്രോബെറിക്ക് ഈ ഒരു ഇത്രയും നല്ലൊരു സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. പിന്നെ ഇവിടുന്ന് ഇത് ലോക്കൽ മെയ്ഡാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ദുബായിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രോബെറിയാണ്. ഇപ്പോൾ പല സ്ഥലത്തുനിന്നും സ്ട്രോബെറീസ് വരുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രോബെറി അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട് വെച്ചിട്ടാണെങ്കിലും ഇത് സെയിം റെസിപ്പി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ജാം ഏകദേശം തിക്കായിട്ടുണ്ട്. ഞാൻ ആ പ്ലേറ്റ് എടുത്തിട്ട് വരട്ടെ, പ്ലേറ്റിൽ ഇട്ട് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കേട്ടോ. നല്ല തണുത്തിരിക്കുന്ന പ്ലേറ്റിലോട്ട് ജാമിൻ്റെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ജാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഈ ചൂടൊന്ന് മാറട്ടെ ജാമിൻ്റെ. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ അല്ലയോ എന്ന്. കാരണം ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തണുത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് തിക്കായിട്ട് പോകും. നമുക്ക് ബ്രെഡിലൊന്നും ജാം തേക്കാൻ പറ്റില്ല. വേണ്ട, ഒന്നും കൂടെ ആവാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ ആഹാ എന്താ ടേസ്റ്റ്. അപ്പോൾ വീണ്ടും ഇത് പ്ലേറ്റ് കൊണ്ട് വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കട്ടെ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം ഈ തവിയിൽ തന്നെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അല്ലേ. എന്നാണ് അതിൻ്റെ മീനിങ്. നമുക്ക് തണുത്ത പ്ലേറ്റിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞ ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇത് തണുത്തപ്പോൾ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജാം റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജാമിന് കുറച്ചും കൂടി തിക്നെസ് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ട, ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഇളകി വരുന്നില്ല. ഈ തണുത്ത പ്ലേറ്റിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഈ ഒരു തിക്നെസ് വന്നിട്ടുണ്ട് നമ്മുടെ ജാമിന്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ പ്ലേറ്റിൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ തെർമോമീറ്റർ ഒന്നും ഉണ്ടാവില്ല. മറ്റു വലിയ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ തെർമോമീറ്ററൊക്കെ വെച്ച് കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് അവരൊക്കെ ചെയ്യുക. പക്ഷേ നമുക്കിപ്പോൾ വീട്ടിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സ്പൂണ് തണുപ്പിച്ച് വെച്ചിട്ട് സ്പൂണുകൊണ്ട് പിടിച്ച് കഴിഞ്ഞാലും ഇതുപോലെ തിക്കായിട്ട് സ്പൂണിൻ്റെ ബാക്കിൽ ഇരിക്കണം. അതാണ് അതിൻ്റെ രീതി കണ്ട. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഒഴിച്ചാലും മതി. ഇപ്പോൾ ഇതിൻ്റെ പുളി അനുസരിച്ച് വേണം ഇതിൽ ഒഴിക്കുന്ന ലെമൻ്റെ അളവ് തീരുമാനിക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ സ്ട്രോബെറി നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു. അപ്പോൾ ഓവറായിട്ട് പുളിയുള്ള സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ ക്രിസ്റ്റലൈസ് ആവില്ല. കേടാവാതിരിക്കാനും നമ്മുടെ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത് സഹായിക്കും. ഓക്കെ, ഇത് മതി. ഞാൻ ഓഫ് ചെയ്യാണ്. നമുക്ക് തണുത്തതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ജാറിലോട്ട് നമുക്ക് ജാം മാറ്റി കൊടുക്കാം. അപ്പോൾ തണുക്കട്ടെ കേട്ടോ. ഓഫ് ചെയ്യാണ്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്താ ഇവിടെ സ്മെല്ലെന്ന് അറിയാം. ജാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള മുഴുവനും ജാമിൻ്റെ സ്മെല്ലായിരിക്കും. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അവർക്ക് സർപ്രൈസ് കൊടുക്കും നിങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ട്രോബെറി ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇതേ സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് ഇടേണ്ടി വരും. പിന്നെ സ്ട്രോബെറിയുടെ പുളി അനുസരിച്ച് വേണം പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കാൻ. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. എൻ്റെ ഈ സ്ട്രോബെറി ജാമിന് കറക്റ്റാണ് 1 കിലോ സ്ട്രോബെറിക്ക് 2 ഗ്ലാസ് പഞ്ചസാര. അതായത് 240 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പഞ്ചസാര. ഓക്കെ, ഇതാ നമ്മുടെ ജാം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തണുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇതിനേക്കാളും കൺസിസ്റ്റൻസി കൂടും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് ജാം. നമുക്കിതിനെ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുപ്പിയിലോട്ട് നോക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. ഇതിൽ കംപ്ലീറ്റ് വെള്ളം നമ്മൾ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ജാം ഇട്ട് വയ്ക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക. നന്നായിട്ട് അടച്ച് വയ്ക്കുക. പിന്നെ ഓരോ പ്രാവശ്യം എടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂൺ എപ്പോഴും ഡ്രൈ ആയിരിക്കണം. വെള്ളത്തോട് കൂടി സ്പൂൺ ഒരിക്കലും നമ്മുടെ ജാമിൽ മുക്കാൻ പാടില്ല. അതിപ്പോൾ അച്ചാറിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ജാമൊക്കെ എപ്പോഴും ഇതുപോലെ ഇത്തിരി വൈഡായിട്ടുള്ള കുപ്പിയിൽ ഇട്ട് വയ്ക്കുക, അപ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ 1 മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ. പുറത്ത് വെക്കണ്ട. ഇതുപോലെ അമ്മമാർക്ക് ജാമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റണമെങ്കിൽ അതായിരിക്കില്ലേ നല്ലത്. അപ്പോൾ ആദ്യത്തെ കുപ്പിയിലേക്കുള്ള ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായി ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ ജാം അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. കഴിഞ്ഞാൽ അടുത്ത കുപ്പിയിലും കൂടെ ജാം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തണുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലല്ലേ. പുറത്തുനിന്ന് വാങ്ങുന്ന ജാം മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. സ്ട്രോബെറി നല്ലതാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കണ്ട. കുട്ടികളെല്ലാം അഡൽസാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ 2 കപ്പ് പഞ്ചസാര ഇടണ്ട. അതിന് വരായിട്ട് 1.5 കപ്പൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. കുട്ടികൾക്ക് ഇപ്പോൾ 2 കപ്പ് ഇല്ലെങ്കിൽ ജാം എന്നവർ പറയില്ല. വേറെ അമ്മ വേറെ എന്തോ ഉണ്ടാക്കി വെച്ചതെന്ന് പറയും അവർ. അപ്പോൾ ഇത് 2 കുപ്പി കുറച്ചും കൂടെ എക്സ്ട്രാ ഉണ്ട്. അത് വേറൊരു കുപ്പിയിലും കൂടെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ 2 കുപ്പി റെഡി. ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കട്ടെ. നമുക്ക് നൈബറിന് കൊടുക്കാം. എന്തെങ്കിലും സ്റ്റെറിലൈസ് ചെയ്ത കുപ്പിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ചെറുപ്പത്തിലെ പൈനാപ്പിൾ ജാമായിരുന്നു എൻ്റെ ഫേവററ്റ്. ഒരു ദിവസം പൈനാപ്പിൾ ജാം ഉണ്ടാക്കി കാണിച്ചു തരാം. ഈ കഷ്ണം കണ്ട, ഈ കഷ്ണമൊക്കെ ഇങ്ങനെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാം. ഇതാ അപ്പോൾ നമ്മളെ ജാമ് മൊത്തത്തിൽ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അവസാനത്തെ ബാച്ചും ഞാനതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ട എന്തൊരു ഗ്ലേസിംഗ് ആണെന്ന് നോക്കൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജാമിനെ പോലെയൊക്കെ തന്നെയില്ലേ കാണാൻ. അതിനേക്കാളും കൂടുതൽ ടേസ്റ്റും ഉണ്ട്. കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം നമുക്ക് സുഖമായിട്ട് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം, നമുക്കും കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി, പുറത്ത് വെക്കണ്ട. ഒക്കെ എളുപ്പമാണ് തയ്യാറാക്കാൻ. കുറച്ച് നേരം അത് വറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നാളെ പോവല്ലേ നന്ദു? അയ്യോ ചെമ്പടിച്ചു. ഫോട്ടോ എടുക്കുന്നത്, പരസ്പരം വീഡിയോ എടുക്കുന്നു സാർ. അയ്യോ എൻ്റെ ഷോള് വിടൂ, എൻ്റെ ഷോള് വിടൂ കുട്ടി. എൻ്റെ ഷോള് വിടൂ കുട്ടി. അതൊരു ചിപ്പ് കൊടുക്കുക, ചിപ്സ് ഒരെണ്ണം കൊടുക്കുക. അപ്പൊ ശരിയാവും. ഗിവ് ഇറ്റ് 1 ചിപ്പ്. ഇത് ഷോള് നന്ദൂരെ പോലെയാ. എല്ലാവരും ഷോളിന്റെ പുറകില. ചിപ്സ് ചിപ്സ്. അയ്യോ എന്റെ ഷോള് വിട്ട്, എന്റെ ഷോള് വിട് മാഷെ, ഷോള് വിട് മാഷെ, വിട് മാഷെ. എന്തോന്നാണ് വിട്. താങ്ക് യു. ബൈ. പുലി വല്ലതാ ഉണ്ടായിരുന്നു. വീണയുടെ നല്ല ജീവൻ പോണത്.